ഹലോ ഗായ്സ്, കാശ്മീരിലോട്ടുള്ളൊരു ടൂറ് അതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു. കുറച്ച് നാളായിട്ട് ഞാൻ എൻ്റെ പുറകിലായിരുന്നു. അപ്പം അങ്ങനെ കുറേ പുതിയ സുഹൃത്തുക്കളോടൊപ്പം ഒരാഴ്ചത്തേക്കുള്ള ട്രിപ്പിൽ ഞാൻ പോകുന്നതാണ്. കൂടെ എൻ്റെ അങ്കിളും ആൻറ്റിയും എൻ്റെ വൈഫും ഉണ്ട്. ബാക്കിയുള്ളവരെല്ലാം എനിക്ക് പുതിയ ആൾക്കാരാണ്, ഇതുവരെയും പരിചയപ്പെട്ടിട്ടില്ലാത്ത. ഈ എയർപോർട്ടിൽ വെച്ചാണ് ഞാൻ അവരെ പരിചയപ്പെട്ടത്. അങ്ങനെ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹൈദരാബാദ് കാശ്മീർ. നെടുമ്പാശ്ശേരിയിൽ എല്ലാവരും വളരെ ജോളിയായിട്ട് എല്ലാവരും പരിചയപ്പെട്ട് പുതിയ ആൾക്കാരെയൊക്കെ കണ്ട് ഇങ്ങനെ പോയി. ഞാൻ പൊതുവെ ഇൻട്രോവേർട്ടാണ്, അങ്ങനെ ആൾക്കാരെ ഇടിച്ചു കയറി സംസാരിക്കുന്ന ഒരു ടൈപ്പല്ല. പക്ഷെ എൻ്റെ വൈഫ് നേരെ ഓപ്പോസിറ്റാണ്. പുള്ളി എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയായി. പക്ഷേ വീഡിയോ എടുക്കാൻ മാത്രം പെട്ടുപോയി. ടേക്ക് ഓഫ് എടുക്കാൻ പറഞ്ഞിട്ട് ആൾ റെക്കോർഡ് ബട്ടൺ വെക്കാതെ ലാൻഡ് ചെയ്ത വീഡിയോ എടുത്തു. കൂടെ 2 ടീച്ചർമാർ. പിള്ളേരെല്ലാം കഷ്ടമാണ്, എയർപോർട്ടിൽ കിടന്ന് ഓടിക്കളിക്കുന്ന ടീച്ചർമാർ. അങ്ങനെയുള്ള കുറേ ക്രേസി ടീംസായിരുന്നു നമ്മുടെ ഒപ്പം. ഇത് ഹൈദരാബാദ് ലോഞ്ചാണ്. ഈ ഔസേപ്പിതാവറിഞ്ച നേർച്ച സദ്യയൊക്കെ ഉണ്ടാവുന്നതിലും തിരക്കായിരുന്നു അവിടെ. പിന്നെ കുറച്ച് ഫുഡ് എടുത്ത് നമ്മൾ 2 രൂപയ്ക്ക് ഊണ് കഴിക്കുന്ന എൻ്റെ വൈഫാണത് ലോഞ്ച് ചെയ്യുന്നത്. നല്ല ഫുഡായിരുന്നു. അതിനുശേഷം 1 മണിക്കൂറും കൂടി ഉണ്ടായി. ഞങ്ങൾ ലോഞ്ചിൽ അധികം നേരം ഇരുന്നില്ല. പിന്നെ അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റ് 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഫ്ലൈറ്റ് ഹൈദരാബാദ് ടു കാശ്മീർ. കുറേ നേരം വെയിറ്റിംഗ് ഉണ്ടായി. 1 മണിക്കൂർ പോകാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ലോഞ്ചിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു എന്ന്. പക്ഷേ ഇത്രയും കൂടെ ആൾക്കാരുള്ളതുകൊണ്ട് പിന്നെ കാശ്മീർ ഞങ്ങൾ ലാൻഡ് ചെയ്ത വീഡിയോ ആണത്. കാശ്മീർ എയർപോർട്ട് ആർമി എയർപോർട്ട് ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ റെക്കോർഡ് ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. പിന്നെ നല്ല കാഴ്ചകൾ കാണാം കേട്ടോ. കാശ്മീർ എത്തുന്നതിന് മുമ്പ് എയർപ്ലെയിൻ്റെ വിൻഡോയിലൂടെ നോക്കിയാലും നല്ല സൂപ്പർ സീനറിയാണ്. അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഡ്രൈവർ ഇവിടെ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വന്ന് നമ്മൾ പുള്ളിയുടെ ഒപ്പം പോയി. പുള്ളി ഒരു ടെമ്പോ ട്രാവലറാണ്, നമ്മൾ 18 പേരുടെ. അപ്പോൾ അതിലോട്ട് ലോഡിങ് അൺലോഡിങ് പരിപാടിയിലാണ് നമ്മൾ. ഇതാണ് ഞാൻ, എന്നെ കണ്ടിട്ടില്ലാത്തതൊക്കെ ആയിട്ട്. ഒരുപാട് ടൂറിസ്റ്റ് ടാക്സീസ് എല്ലാം അവിടെ ഉണ്ട്. എല്ലാവരും പിക്ക് ചെയ്യാനായിട്ട് വരുന്ന പ്രധാന സ്ഥലം ഇതാണ്. ശ്രീനഗർ എയർപോർട്ടാണിത്. എയർപോർട്ടിൻ്റെ പുറത്താണ്. പിന്നെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഫുൾ കാശ്മീർ റോഡിൽ സ്ഥിരമായിട്ട് കാണുന്നത് അവിടെ ജമ്മു പോലീസിനെയാണ്. എല്ലാവരുടെയും കയ്യിൽ അത്യാവശ്യം നല്ല തോക്കെല്ലാം ഉണ്ടാവും. SLRും AK എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഈദ് കഴിഞ്ഞൊരു സമയമാണ്, അതുകൊണ്ട് ട്രാഫിക് കുറച്ച് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് നമ്മൾ താമസിക്കാനായിട്ട് വന്ന ഹോട്ടൽ ഗ്രാൻഡ് കൈസർ. ഞങ്ങൾ എല്ലാവരും ലഗേജൊന്നും കൊണ്ടുപോയില്ല. ജസ്റ്റ് അങ്ങോട്ട് കയറി ചെക്ക് ഇൻ ചെയ്യാൻ നോക്കിയപ്പോഴാണ് ആ നഗ്ന സത്യം മനസ്സിലായത്. പിന്നെ ഞങ്ങൾ അവസാനം വന്ന് നമ്മുടെ കൈസർ ഹോട്ടലിലെത്തി. അവരുടെ തന്നെ വേറെ പ്രോപ്പർട്ടിയാണ്, ആ സെയിം കൈസർ ഹോട്ടലിൻ്റെ വേറെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ധൈര്യത്തോടെ ഇവിടെ ഇറങ്ങി. അൺലോഡിങ് എല്ലാം അവർ ചെയ്തു. ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. റൂമിലോട്ട് പോയി. ഫുഡ് അവിടെ ഉണ്ടായി, ഡിന്നർ. അപ്പോൾ അത് കഴിച്ചു. നേരെ റൂമിൽ ചെക്ക് ഇൻ. ഇതാണ് നമ്മുടെ റൂം. കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു ഏരിയയാണ്. അവിടെ ചായക്കത്തിൽ പിക്ചർ കഴിക്കാൻ കെറ്റിലും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു ഷെൽഫ് ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ റൂം, മറ്റേതല്ല. അപ്പോൾ ഈ റൂമിലായിരിക്കും ഞങ്ങൾ ഇനി 4 ദിവസം സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ, ബൈ.